നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇതിനുവേണ്ടി ഞാനിവിടെ പച്ചക്കായ മുറിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ കഴുകിയെടുത്തതാണിത്. വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പിതാ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എരിവിന് ഇതിൽ പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതാ മൂടി വെച്ച് കായ വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്കിതിന് ഒരരപ്പ് റെഡിയാക്കി എടുക്കണം. ഇതിനിതാ ഒരു 1/4 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകം കൂടിയിട്ട് ഒരു 1/2 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. പച്ചക്കായെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ കറിയെല്ലാം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. ഒരു പാന് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടി ഇട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ പച്ചക്കായ പുളിങ്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.